ശ്രീ എം ജയചന്ദ്രൻ, എക്സൈസ് മന്ത്രി പറഞ്ഞത് മദ്യനയം സംബന്ധിച്ച പ്രാഥമിക ആലോചനകൾ പോലും നടന്നിട്ടില്ല എന്നാണ്. ഇന്നിപ്പോൾ ഈ വിവരങ്ങളൊക്കെ പുറത്തു വന്ന ശേഷവും ടൂറിസം മന്ത്രി പറയുന്നു പ്രാഥമിക ചർച്ചകൾ പോലും നടന്നിട്ടില്ല എന്ന്. പക്ഷേ ടൂറിസം വകുപ്പ് ഡയറക്ടർ തന്നെ വിളിച്ച യോഗത്തിന്റെ മിനിറ്റ്സ് ആണെന്ന് പ്രതിപക്ഷ നേതാവ് പുറത്ത് കാണിച്ചത്. അത് കൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നേരത്തെ വരികയും ചെയ്തിരുന്നു. അപ്പോൾ എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ അതോ ജനത്തോട് കളവ് പറയുകയാണോ? ഇതിൽ തെറ്റിദ്ധാരണയുടെയോ തെറ്റിദ്ധരിപ്പിക്കുന്നതിൻ്റെയോ കളവ് പറയുന്നതിൻ്റെയോ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലല്ലോ. കാരണം ഈ എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള യോഗമല്ല ടൂറിസം ഡയറക്ടർ വിളിച്ചിട്ടുള്ളത്. മദ്യനയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് മദ്യനയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള യോഗം എന്ന ആമുഖത്തോടെയാണ് അറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതെ, മദ്യനയത്തെക്കുറിച്ചും കൂടി എന്നാണ്, അല്ലാതെ മദ്യനയത്തെക്കുറിച്ച് മാത്രമല്ല. ഹോട്ടലിയേഴ്സിന്റെ യോഗത്തില് അപ്പോൾ മദ്യനയത്തിൽ പ്രാഥമിക ആലോചന പോലും നടന്നിട്ടില്ല എങ്കിൽ എന്തിനാണ് ബാർ ഉടമകളെ വിളിച്ച് ഒരു യോഗം ചേരുന്നത്? ആദ്യം അകത്താലോചിക്കാമല്ലോ. അകത്താലോചിക്കും മുമ്പ് അവരോട് ആലോചിക്കുന്നത് എന്തിനാണ്? ഞാൻ പറയട്ടെ സ്മൃതി പറയട്ടെ. ഇത് കേരളത്തില് ഈ ബാറുകൾ എന്ന് പറയുന്ന പ്രസ്ഥാനത്തില് ഈ സ്റ്റാർ ഹോട്ടലുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് അറിയാമല്ലോ. അതും 3 സ്റ്റാർ പദവിയുള്ള ഹോട്ടലുകൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പോൾ ഈ എല്ലാ വർഷവും ഇതുമായി ബന്ധപ്പെട്ട് ടൂറിസം ഡയറക്ടർ അവരുടെ ഈ ഹോട്ടലിയേഴ്സിന്റെ യോഗം വിളിച്ചു ചേർക്കാറുണ്ട്. ബാറുള്ളവരും ഇല്ലാത്തവരും ഒക്കെ അതിൽ പെടും. വൈൻ പാർലർ നടത്തുന്നവരുൾപ്പെടും, ബാർ നടത്തുന്നവരുൾപ്പെടും, ഒന്നും ഇല്ലാത്ത ആൾക്കാർ ഉൾപ്പെടും. അങ്ങനെയുള്ള യോഗമാണ് നടത്തുന്നത്. ആ യോഗമാണ് ഇത്തവണയും നടന്നത്. ആ യോഗത്തിൽ സ്വാഭാവികമായും ബാറുടമകൾ പങ്കെടുക്കുമ്പോൾ അവർക്ക് പറയാനുള്ള എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ട അവരുടെ നിർദ്ദേശങ്ങൾ സ്വാഭാവികമായി അവതരിപ്പിക്കും. അതിലെന്താ തെറ്റെന്താ? അതിൽ സ്വാഭാവികതയുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്വാഭാവിക യോഗം നടന്നു എന്നാണ് മന്ത്രിമാർ പറയേണ്ടത്. ശ്രീ എം ജയചന്ദ്രൻ, എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും പറഞ്ഞിട്ടുള്ളത് അങ്ങനൊരു പ്രാഥമികമായ ആലോചന പോലും നടന്നിട്ടില്ല. മദ്യനയം ഉണ്ടാകും, അതുമേലൊരു ചർച്ച നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ ബാർ ഉടമകളെ തന്നെ വിളിച്ചുകൊണ്ട് ചർച്ച നടന്നിരിക്കും. താങ്കൾ പറയുന്നത് ശരിയാണ്, ടൂറിസവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ കിടക്കുന്നത് പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ കാര്യത്തിൽ. പക്ഷേ അതിനു മുമ്പ് എക്സൈസ് വകുപ്പ് ഒരു തീരുമാനമെടുക്കണ്ടേ? അബ്കാരി നയത്തിൽ ആദ്യം തന്നെ ടൂറിസം വകുപ്പാണോ ചർച്ച നടത്തുന്നത്? അതാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. എക്സൈസ് വകുപ്പിനെ മറികടന്നാണോ ടൂറിസം വകുപ്പ് ഇക്കാര്യത്തിൽ നിലപാടെടുത്തിരിക്കുന്നത് എന്ന്. അല്ല, ഇത് പ്രതിപക്ഷ നേതാവിന് അറിയാൻ വയ്യാത്ത കാര്യമൊന്നും അല്ലല്ലോ സ്മൃതി. ഇത് ആർക്കും അറിയാൻ വയ്യാത്ത കാര്യങ്ങളൊന്നുമല്ല. ഇവിടെ ആദ്യം ഇങ്ങനൊരു കാര്യം വരണമെങ്കിൽ സ്വാഭാവികമായും ഉത്തരവാദിത്തോടെ ചെയ്യേണ്ട ചില നടപടിക്രമങ്ങൾ നിരന്തരം അനുവർത്തിച്ച് പോരുന്നുണ്ട്. ആദ്യം രാഷ്ട്രീയ കക്ഷികളിൽ, പ്രത്യേകിച്ചും ഇവിടെ CPM-ൽ ഒരു ചർച്ചയും തീരുമാനവും ഉണ്ടാവണം. എന്നിട്ട് ആ തീരുമാനവുമായി LDF-ലേക്ക് പോകണം. ആ LDF-ന്റെ തീരുമാനമായിട്ട് ക്യാബിനറ്റിലേക്ക് പോകണം. എന്നിട്ടാണ് എക്സൈസ് പോളിസി ഉണ്ടാവുന്നത്. ഈ പോളിസിയാണ് ഉണ്ടാവേണ്ടതും. 2016 മുതൽ ഈ കഴിഞ്ഞ വർഷം വരെ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളതും. അതിന് മറിച്ചൊരു തീരുമാനം ഇത്തവണയും ഇല്ല. എക്സൈസ് ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ടൂറിസം മന്ത്രിയോ എക്സൈസ് മന്ത്രിയോ ഒന്നും ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ട് യാതൊന്നും ചെയ്തിട്ടുമില്ല. ചെയ്യാനും കഴിയില്ല അവർക്ക്. കാരണം ആദ്യം ആ പാർട്ടി, CPM എന്ന പാർട്ടിയാണല്ലോ ആദ്യം ചർച്ച ചെയ്യേണ്ടത്. അത്തരമൊരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് ഗോവിന്ദ മാഷ് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞ് മുന്നണിയിലേക്ക് പോയിട്ടില്ല. കാരണം മുന്നണി യോഗം കൂടിയിട്ടില്ല, ഇത്തരം ചർച്ചകൾ വന്നിട്ടുമില്ല. ഏതെങ്കിലും ഘടകകക്ഷി പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഇല്ലല്ലോ. അപ്പൊ അവരൊന്നും പാർട്ടിയോ മുന്നണിയോ തീരുമാനിക്കാത്തൊരു യോഗം സ്വാഭാവികമായും ക്യാബിനറ്റിലേക്ക് ചെല്ലില്ല. ക്യാബിനറ്റ് അറിയാതെ ഒരു എക്സൈസ് പോളിസിയും ഉണ്ടാവില്ല. ഇതാണ് വസ്തുതയെന്നിരിക്കെ ഇത്തരത്തിൽ വന്ന യോഗങ്ങൾ അതിനെ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് വിട്ടിട്ട് നമ്മൾ ഏത് പശ്ചാത്തലത്തിലാണ് ഇത് ചർച്ച ചെയ്യുന്നത്? നമ്മൾ ഏത് പശ്ചാത്തലത്തിലാണ് ഇത് ചർച്ച ചെയ്യുന്നത്? അല്ല, ഏത് പശ്ചാത്തലത്തിലാണ് ചർച്ച ചെയ്യുന്നത്? അനിമോന്റെ ശബ്ദരേഖ പുറത്തു വന്ന പശ്ചാത്തലത്തിലാണല്ലോ. അനിമോൻ എന്ന ബാറുടമയുടെ ശബ്ദരേഖ പുറത്തു വന്ന പശ്ചാത്തലത്തിലാണല്ലോ ഈ ചർച്ചകൾ നടക്കുന്നത്. മദ്യനയം നമുക്ക് അനുകൂലമാക്കാൻ സർക്കാർ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അതിന് 2 ലക്ഷം വീതം ഓരോരുത്തരും തരേണ്ടി വരും എന്ന് വളരെ വിശദമായി വാട്സ്ആപ്പ് സന്ദേശത്തിൽ പറഞ്ഞ കാര്യം നമ്മളെല്ലാവരും കേട്ടതാണല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു യോഗം ഈ ക്യാബിനറ്റ് തീരുമാനിക്കും മുമ്പ്, പാർട്ടി തീരുമാനിക്കും മുമ്പ്, LDF തീരുമാനിക്കും മുമ്പ് അതിൽ ബാർ ഉടമകൾക്ക് കൃത്യമായി ഞങ്ങളിതാ ഇന്ന കാര്യങ്ങളാണ് നടത്താൻ പോകുന്നത് എന്ന രൂപത്തിൽ യോഗം വിളിച്ചതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത്. അപ്പുറത്ത് മന്ത്രിമാർ പറയുന്നത് യോഗം വിളിച്ചിട്ടേയില്ല എന്നാണ്, അങ്ങനെ ഒരു ആലോചനയേ ഇല്ല എന്നാണ്. ടൂറിസം മന്ത്രി അറിയാതെ ടൂറിസം ഡയറക്ടർ യോഗം വിളിക്കും. അല്ല,
സ്വാഭാവികമായിട്ടും വിളിക്കും. അത് പറഞ്ഞ് ഈ മാധ്യമപ്രവർത്തകർക്ക് ഇത് അറിയാത്ത ആൾക്കാരെന്നല്ല, തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ബന്ധപ്പെട്ട ടൂറിസം സെക്രട്ടറി ടൂറിസം ഡയറക്ടറോട് ഇത്തരം മീറ്റിംഗ് വിളിക്കാൻ ആവശ്യപ്പെട്ടത്. ഇതറിയാത്ത ആൾക്കാരാണോ റിപ്പോർട്ടറിന്റെ തിരുവനന്തപുരത്തെ ആൾക്കാരെന്ന് ഞാൻ താങ്കൾ ഇത്ര നിഷ്കളങ്കമായി അതിനെ കാണുന്നത് നേരത്തെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളെ കൂടി ഉൾപ്പെടുത്തി ആലോചിക്കാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ആലോചിക്കേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ടായിരിക്കാം. ഞാൻ താങ്കളിലേക്ക് വരാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.